കോൺഗ്രസ് വിട്ട് സഖാവായതിൽ സരിന് നഷ്ടം വരില്ല. പാർട്ടി അംഗത്വവും പൊതുമേഖലയിൽ പദവിയും നൽകാനൊരുങ്ങി CPM. കോൺഗ്രസ് വിട്ട് CPMലെത്തിയ പി സരിനെ KTDC ചെയർമാനാക്കാൻ CPMൽ ആലോചന നടക്കുന്നതായി സൂചന. ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ അധ്യക്ഷ പദവി സരിന് നൽകുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. KTDC ചെയർമാൻ PK ശശിയെ അച്ചടക്ക നടപടിയെടുത്ത CPM മാറ്റി നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ശശിയെ ആ പദവിയിൽ നിന്ന് നീക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്നും ശക്തമായി ഉയരുന്നുണ്ട്. ശശിയെ മാറ്റിയാൽ സരിനെയാകും ആ പദവിയിലേക്ക് പരിഗണിക്കുക. സരിന് ഉചിതമായ പദവി നൽകുമെന്ന് CPM നേതാക്കൾ നേരത്തെ തന്നെ വാക്ക് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെത്തിയ സരിൻ വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വെള്ളിയാഴ്ച AKG സെന്ററിലെത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും കാണുകയുണ്ടായി. സരിന് CPM അംഗത്വം കൊടുക്കാനും സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാലക്കാട് തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി സരിന് നൽകിയിരിക്കുന്നത്. ദൈനംദിന രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള അവസരം ഒരുക്കി നൽകണമെന്ന് സരിൻ അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഉചിതമായ പദവി നൽകുന്ന കാര്യം ആലോചിക്കാമെന്നും മുഖ്യമന്ത്രി വാക്ക് നൽകിയത്. CPMൽ ചേരുന്നതിനുള്ള സന്നദ്ധത സരിൻ അറിയിച്ചതായാണ് ലഭിക്കുന്ന സൂചന. സരിന് DYFIയിൽ പ്രൊഫഷണൽ വിഭാഗത്തിന്റെ ചുമതല നൽകി സംഘടനയുടെ സംസ്ഥാന സമിതിയിൽ എത്തിക്കാനുള്ള ആലോചനകളാണ് നടക്കുന്നത്. ഇതിനൊപ്പം സരിന്റെ പ്രൊഫഷണൽ മികവ് പരിഗണിച്ച് ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ചുമതല കൂടി നൽകുമെന്നാണ് അറിയുന്നത്. ഇതിനു മുൻപ് കോൺഗ്രസ് വിട്ട് CPMൽ ചേർന്ന KP അനിൽകുമാറിന് ഒഡെപെക്കിന്റെ ചെയർമാൻ പദവി നൽകിയിരുന്നു. കൂടാതെ CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമാക്കി. ആ മാതൃക സരിന്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. അടുത്ത കാലത്ത് CPMൽ സജീവമായ മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാറിനെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കുകയും സോഷ്യൽ മീഡിയയുടെ ചുമതല നൽകുകയും ചെയ്തിരുന്നു. സരിൻ ആദ്യമായി AKG സെന്ററിലെത്തിയപ്പോൾ വളരെ ഊഷ്മളമായ സ്വീകരണമാണ് CPM നേതാക്കൾ നൽകിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ, മന്ത്രി സജി ചെറിയാൻ എന്നിവർ ചേർന്നാണ് സരിനെ സ്വീകരിച്ചത്. സരിൻ പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും കൂടിയാലോചിച്ച ശേഷം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. പിന്നീടാണ് സംഘടനാപരമായ പാർട്ടി മെമ്പർഷിപ്പിലേക്കും പാർട്ടി സംഘടനാ പ്രവർത്തനത്തിലേക്കും പൂർണ്ണമായി വരാൻ കഴിയുകയെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്ന് സരിൻ പറഞ്ഞു. പദവികളല്ല, ഉത്തരവാദിത്തമാണ് താൻ ആസ്വദിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് താൻ പാർട്ടിയിലേക്ക് വന്നതെന്നും ഇടതുപക്ഷമാണ് ശരിയെന്നും അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും സരിൻ പറഞ്ഞു. പാർട്ടി മെമ്പർഷിപ്പ് നേടുക പോലും സങ്കീർണമായ കാര്യമാണ്. അതേക്കുറിച്ച് തനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഇടതു മനസ്സുകൊണ്ട് നടന്നയാൾ പൂർണ്ണമായും ഇടതുപക്ഷമാകുന്നു. പദവികളല്ല, ഉത്തരവാദിത്തമാണ് താൻ ആസ്വദിക്കുന്നതെന്നും പി സരിൻ പറഞ്ഞു. പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായി തുടരും. പാർലമെന്ററി വ്യാമോഹങ്ങൾ കൊണ്ടു നടക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ചുമതലകളെ പറ്റി ചിന്തിക്കുന്നില്ല. ജില്ലാ കമ്മിറ്റി അംഗമാകുമെന്ന പ്രചാരണം പാർട്ടിയെക്കുറിച്ച് അറിയാത്തവർ നടത്തുന്നതാണ്. 2025-26 വർഷങ്ങൾ കേരളത്തിന് അതീവ നിർണായകമാണെന്നും കേരളത്തിന്റെ ഭാവിയെ വാർത്തെടുക്കുന്ന വർഷങ്ങളാണിവയെന്നും സരിൻ കൂട്ടിച്ചേർത്തു. ഒരു നല്ല നേതൃത്വമില്ലാതെ വലഞ്ഞിരുന്ന പാലക്കാട്ടെ CPMന് ലഭിച്ച ലോട്ടറിയാണ് ഡോക്ടർ പി സരിൻ. ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിലും BJPയുമായുള്ള വോട്ട് വ്യത്യാസം വെറും 2000-ൽ ഒതുക്കാൻ കഴിഞ്ഞത് സരിന് നേട്ടമായി മാറിയെന്ന് നിസ്സംശയം പറയാം. മണ്ഡലത്തിൽ നിന്ന് ചിട്ടയായ പ്രവർത്തനം കാഴ്ചവെച്ചാൽ അടുത്ത പൊതു തിരഞ്ഞെടുപ്പിൽ സരിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.